നമസ്കാരം. വെൽക്കം to Geeta's Bhakti Geetam. One day one slogam, Srimad Mahabhagavatam. Today, Pradhama Skandha, first chapter, 8th slogam. For details, please see the description box. Geeta's Bhakti Geetam, ഒരു ദിവസം ഒരു ശ്ലോകം, ശ്രീമദ് മഹാഭാഗവതം 514 ദിവസം. ഇന്ന് പ്രഥമ സ്കന്ധത്തിലെ 1ാമത്തെ അധ്യായത്തിലെ 8ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ ഭൃതാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി, മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി, കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 1ാമത്തെ അധ്യായത്തിലെ 8ാമത്തെ ശ്ലോകം. വേത്തത്വം സൗമ്യ തത്സർവം തദനുഗ്രഹാത് ബ്രൂയു സ്നിഗ്ധസ്യ ശിഷ്യസ്യ ഗുരവോ ഗുഹ്യമപ്യുത. വേത്തത്വം സൗമ്യ തത്സർവം തദനുഗ്രഹാത് ബ്രൂയു സ്നിഗ്ധസ്യ ശിഷ്യസ്യ ഗുരവോ ഗുഹ്യമപ്യുത. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതത്തിലെ പ്രഥമ സ്കന്ധത്തിലെ 1ാമത്തെ അധ്യായമാണ് പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ശൗനകാദികൾ സൂതനോട് തങ്ങളുടെ സംശയം ചോദിക്കുകയാണ്. അപ്പോൾ പറയുകയാണ്, കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു, വ്യാസമുനിയും മറ്റുള്ളവരുമൊക്കെ ഏത് മഹത്തായ തത്വമാണ് അറിഞ്ഞിരിക്കുന്നതോ ആ മഹത്തായ തത്വം അവിടുന്നും അറിയാമല്ലോ. എന്തുകൊണ്ടെന്നാൽ എന്നുള്ളത് ഇപ്പോൾ പറയുകയാണ്. വ്യാസമുനിയും അവരുടെ മുഖ്യന്മാരായിട്ടുള്ള മഹർഷിമാരും ഒക്കെ അറിയുന്ന ആ പരമമായ തത്വം സൂതനും അറിഞ്ഞിരിക്കുവാൻ കാരണം എന്തെന്നാൽ പറയുകയാണ്, അല്ലയോ സാധുശീല. സൗമ്യ എന്ന് പറഞ്ഞാൽ സാധുശീലൻ. ആചാര്യന്മാരൊക്കെ ഉള്ള അനുഗ്രഹം സൂതന് പ്രത്യേകമായിട്ടുണ്ട്. അതുമല്ലാതെ ആചാര്യന്മാർ ഇങ്ങനെയുള്ള നല്ല ശിഷ്യന്മാർക്ക്, വാത്സല്യമുള്ള ശിഷ്യന്, തങ്ങൾക്ക് ഇഷ്ടമുള്ള ശിഷ്യന് വളരെ ഗുഹ്യമായിട്ടുള്ള രഹസ്യമായിട്ടുള്ള തത്വങ്ങൾ കൂടി അവർക്ക് പറഞ്ഞു കൊടുക്കും. എന്തെന്നാൽ ഗുരുക്കൾക്ക് വാത്സല്യമുള്ള ശിഷ്യന്മാരെ വളരെ വളരെ ഇഷ്ടമാണ്. ബ്രൂയു എന്ന് പറഞ്ഞാൽ പറഞ്ഞു കൊടുക്കും, പറയും. ഉദ എന്ന് പറഞ്ഞാൽ നിശ്ചയം, അപ്യുത. ഗുഹ്യം എന്ന് പറഞ്ഞാൽ വളരെ രഹസ്യമായിട്ടുള്ളത്. അതായതുകൊണ്ട് ഗുരുക്കൾ സ്നിഗ്ധം എന്ന് പറഞ്ഞാൽ വാത്സല്യം എന്നാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ ഗുരുക്കന്മാർ അവരുടെ വാത്സല്യമുള്ള പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക്, അത് ഉൾക്കൊള്ളാൻ കഴിയുന്ന മാതിരിയുള്ള പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് എത്ര രഹസ്യമായിട്ടുള്ള തത്വങ്ങൾ പോലും പറഞ്ഞു കൊടുക്കും. അതുകൊണ്ട് തന്നെ സൂതന് എല്ലാ തത്വങ്ങളും അറിയും എന്നാണ് പറയുന്നത്. വ്യാസൻ ശ്രീശുക ബ്രഹ്മർഷിക്ക് പറഞ്ഞു കൊടുക്കും. അവിടെ നിന്ന് ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കുമ്പോഴൊക്കെ ഈ സൂതൻ ഇവിടെ പ്രത്യക്ഷമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രഹസ്യമായിട്ടുള്ള തത്വങ്ങൾ പോലും ഈ സൂതന് അറിയും. എന്തെന്നാൽ അത്രയും സൗമ്യശീലനായിട്ടുള്ള ഈ സൂതന് അവരുടെ ഗുരുക്കന്മാർ എല്ലാ രഹസ്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകും എന്നാണ് ഈ ശ്ലോകത്തിൽ ശൗനകാദികൾ സൂതനോട് പറയുന്നത്. ശൗനകാദികൾ സൂതനോട് സംസാരിക്കുന്ന ഭാഗമാണ് നാം പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. പ്രഥമ സ്കന്ധത്തിലെ 1ാമത്തെ അധ്യായത്തിലെ 8ാമത്തെ ശ്ലോകമാണിത്. ചെറിയൊരു അധ്യായമാണ് 1ാമത്തെ അധ്യായം. ശ്ലോകം ഒരിക്കൽ കൂടി. വേത്തത്വം സൗമ്യ തത്സർവം തദനുഗ്രഹാത് ബ്രൂയു സ്നിഗ്ധസ്യ ശിഷ്യസ്യ ഗുരവോ ഗുഹ്യമപ്യുത. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.